ഹലോ ഗായ്സ്, നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പക്ഷേ ഇത് കണ്ടോ, ഞാൻ അയൺ ടൂൾസൊക്കെ ആയി, ഫുൾ ടൂൾസ് ഉണ്ട്. പക്ഷെ ആർമറായിട്ടില്ല എന്നില്ല, അത് പ്രശ്നമൊന്നുമില്ല. അയൺ ടൂൾസ് ഞാൻ കുറച്ച് ഓഫ് ക്യാമറ കളിച്ചു, അതാണ് ഞാൻ അയൺ ടൂൾസ് ആയത്. നമുക്ക് ആദ്യം ഒരു പൊസിഷൻ മാറ്റാം. വീഡിയോ സെറ്റിങ്സ് പോയിട്ട് ഫസ്റ്റ് പേഴ്സൺ. ഇന്ന് നമുക്ക് മാക്സിമം ഈ ഒരു കേവ് ഉണ്ടോ? അല്ല, ഇത് കേവ് തന്നെയാണ്. കേവ് തന്നെയാണെന്നോ ആയിരിക്കറിയാം. പക്ഷെ അപ്പുറത്തുനിന്ന് നായും പട്ടിയും പൂച്ചയൊക്കെ കുരക്കുന്ന. പൂച്ച തന്നെ കുരക്കല്. അതല്ല എടുത്ത വിഷയം. പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ടൂൾസൊക്കെ വേഗം പൊട്ടുന്നു. ഓഫ് ക്യാമറയിൽ ഈ അയണൊക്കെ ഞാൻ ആക്കാൻ വേണ്ടി അത്ര 2-3 സ്റ്റോൺ ടൂൾസൊക്കെ കളഞ്ഞു. പ്രത്യേകിച്ച് ആക്സ് ഞാൻ കുറച്ച് ഒരു അത്യാവശ്യത്തിന് അവിടെല്ലാം തീർന്നു തോന്നുന്നു. കുറച്ച് വുഡിയാണ് ആക്കിയിരുന്നു. ഇത് കണ്ട ഫുഡ് കുക്കിങ്ങിന് 4 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. വെറുതെ എന്തിനാണ് ആക്കിയതാക്കി അടുത്തിട്ട്. നമുക്ക് ആദ്യം ഈ കേവ് വേണ്ട. ഇത് ഭയങ്കര പ്രശ്നം. കയ്യിലും പോകുന്ന പാവങ്ങളെല്ലാം തല്ലിക്കോളും. കേവ് എക്സ്പ്ലോർ ചെയ്യണോ ഇന്ന്? ഈ ഒരു സ്ഥലം മുഴുവൻ എക്സ്പ്ലോർ ചെയ്താലോ? ഉറങ്ങാൻ ഇത് ഉറങ്ങാൻ കഴിയാത്ത നമുക്ക് ഇതൊന്നും ഉറങ്ങാൻ കഴിയ നൈറ്റ് ആയില്ലേ? ഇതൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ ഗെയിമിന് എന്ത് പ്രശ്നം? ഫുൾ പ്രശ്നമാണ് ഈ ഗെയിമിൽ. പറ്റി അമ്മ. ഇനി നമുക്കിനി ഈ ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പോകുന്ന വൈക്ക് ഒരു ഗെയിം വേണ്ട, നല്ല ഗെയിം വേണ്ട, അത് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് ടോർച്ച് കയ്യിലാക്കി വെക്കാം. ഇല്ല, മുഴുവൻ കോളും കയ്യിലെടുത്ത് വെക്കാം. കേവെന്ന് പിന്നെ ഇതിൻ്റെ ഇരട്ടി കോൾ കിട്ടും മിക്കവാറും. ഒരുപാട് കോളുണ്ട്. ഒരുപാട് വെച്ചാൽ ഇത് ഒരു ഡോറുണ്ട്, 4 ടോർച്ച് ആക്കാൻ പറ്റും. ഒരു കോളുണ്ട് 4 ടോർച്ച് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു ബക്കറ്റിൽ ഒരു സ്നോ ആണ്. ആ സ്നോ മറിച്ച് കളഞ്ഞിട്ട് അത് മാറ്റണം. തൽക്കാലം ഇത് തന്നെ മൈനിങ് വരിക എടുക്കട്ടെ. ഇതൊരു ഗോട്ട്. ഇത് സ്ക്രീമിങ് കോട്ടാ. ഗോട്ടനിപ്പോൾ പറഞ്ഞു പോയതാ. ഈ ഗോട്ടൻ ഇടിക്കുമോ? അതിൻ്റെ വൈക്കതാ പോകുന്നത്. ഫിഷനെ മാറിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഇടുന്നൊരു ബക്കറ്റ് വെള്ളം എടുത്ത്, പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ച് പ്രൂഫ് കണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രകൃതി മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര എൻ്റെ മോനെ! പക്ഷെ ഇതെന്താണ്? പക്ഷെ ഇതുണ്ടോ, ഒരു 5 സ്റ്റാക്ക് അങ്ങ് ഉണ്ടാവും. ഇത് മുഴുവൻ കണ്ടോ? ഇത് എത്ര ഫ്ലവർ! 5 ഉണ്ടായിട്ടാ. ഞാൻ വെറുതെ ഒരുപാടുണ്ടെന്ന് തള്ളി വിട്ടതാണ്. അതൊന്നും നോക്കണ്ട. എത്ര കിട്ടിയും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ബോൺ മീലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം പറിച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്തൊക്കെ കിട്ടും. ഇത്
ട്രേഡറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് നമുക്ക് ട്രേഡറിൻ്റെ കയ്യിൽ ഒന്ന് ബുക്ക് വാങ്ങിയില്ലെങ്കിൽ ആകെ ലീഷങ്ങൾ നമുക്ക് വാങ്ങാം. പൊട്ടനെ കൊന്നുകളയണം. അയ്യോ ഈ ലേഗ് കൊണ്ട് ഇല്ല അങ്ങനെ എടുക്കട്ടെ. അതിനെ തല്ലിക്കൊണ്ടുവന്ന് എൻ്റെ സോഡിപ്പോൾ പൊട്ടും. ഇതിലങ്ങനെയാണ് എല്ലാം ഞാൻ പൊട്ടിപ്പോകും. അവിടെ ഒരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് അല്ല രണ്ടാമത്തെ കഴിഞ്ഞ എപ്പിസോഡായിട്ട് ഞാൻ അതിൽ ഒരിക്കൽ വീണത് ഓർമ്മയുണ്ട്. അത് ഭയങ്കര ചെറിയ ഗെയിംസ്, പക്ഷെ അധികം വലിയ ഗെയിം വേണം. വലിയ ഗെയിമിനെ കുറിച്ച് പറഞ്ഞതേ ഇല്ല, എപ്പോൾ തന്നെ കിട്ടി. അത് നമുക്ക് ഫുഡ് ഇപ്പോൾ അത്യാവശ്യമാണ്. ഇപ്പം എന്തെങ്കിലും കൃഷിക്കുള്ള ഇതൊന്നും സംഭവങ്ങളൊന്നുമില്ല. ഒരു വില്ലേജ് കിട്ടിയെങ്കിൽ ഫുഡിന് കുറച്ചധികം കാലം നാളത്തേക്ക്. ഇവിടുന്നല്ലേ അടി വരുന്നു. ആയിക്കോട്ടെ, നമുക്ക് ഒരു MLG നോക്കിയാലോ. MLG മിക്കവാറും മൂഞ്ചും. ഉണ്ട് MLG വേണ്ട. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ വെള്ളം. ഇതാണ് നല്ലത്. ഫുഡ് കയ്യിലെടുത്ത് ഇനി അതിലേക്കൊരു ചെറിയ പാർക്ക്. എന്ത് നോക്കി ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇതിന് അയണാറ്റം ഉണ്ടായിരുന്നല്ലോ. ഒരു ബ്ലോക്ക് പോലും ഇല്ല. ഇങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് പോലെ അതെടുക്കാം. ഇവിടുന്ന് താഴെ പോയി ചോദിക്കുക. അതുപോലെ ഇനി ഇവിടെ അയണുണ്ടോ? ഇനി കോപ്പർ കണ്ടിട്ട് അയണെന്ന് വിചാരിച്ചത്. ഇവിടെ നല്ലോണം അയണുണ്ട്. സൗണ്ട് കേട്ടോ, ആ സമയത്ത് എനിക്കിങ്ങനെ പേടിയാവുന്നുണ്ട്. ഈ സൗണ്ടല്ല രാത്രി ഇരുന്ന് കളിക്കുന്ന സമയത്ത്. ഒരുപാടുണ്ട്. ഇനി എൻ്റെ ബാക്കിലോട്ടുണ്ടോ? ഇനി രണ്ടെണ്ണം. അപ്പോൾ 10 എണ്ണം ഇപ്പോൾ ഇവിടുന്ന് കിട്ടി. ഇനി ഇവിടെ പിടിച്ച് നിൽക്കണം. അവിടെ കുറച്ച് ലാപ്പീസ് ഉണ്ട്. അത് നമുക്ക് എടുക്കാം. ലാപ്പീസ് പൊട്ടിച്ചിട്ട് എണ്ണം നോക്കി. മഴയാണ്, ശരിക്കും മഴേൻ്റെ അതേ കളറും. ലെവലൊന്നും കിട്ടുന്നുണ്ട്. ഈ നിലത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ അയണുണ്ട്. എല്ലാം ഉണ്ടല്ലോ.
കൊല്ലാനിറങ്ങുന്നുണ്ടോ? കഴിഞ്ഞ ഇവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് സോംബീസ് പോണത്? എനിക്ക് ഇവിടെ തന്നെയല്ലേ? റെഡ്സ്റ്റോൺ കിട്ടി. ഇനി ഒരിക്കൽ സൗണ്ട് കേൾക്കുമോ? അത് ഇവിടെ എല്ലാം തോന്നുന്നു. എന്നാലും ഇവിടെ ആണെങ്കിലും ശല്യമുള്ള സമയങ്ങളെ ഇപ്പൊ കണ്ടില്ല. അതിലൊക്കെ കാണിച്ചിരുന്നു. താഴെയാണോ? താഴെയാണെന്നൊരു ഡൗട്ടില്ല. ഒരു പേപ്പർ ഡോള് കടന്ന് കളിക്കുന്നത്. ഞാൻ വേണ്ടപ്പോൾ വിളിക്കുന്നൊന്നുമില്ല. എനിക്ക് ചത്തിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ മര്യാദ കഴിച്ച് മേലോട്ടേക്ക് പോവാം. കേവിൻ്റെ ബാക്കി ഭാഗം എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് പാട്. പിന്നെ കുറെ കോള് നോക്കണം. കോള് എൻ്റെ മൊത്തം കോളിന് അടുത്ത് ടോർച്ച് കൊടുത്ത് ഞാൻ ഒഴിച്ച വെള്ളത്തിന് ഞാൻ ഒഴിച്ച വെള്ളമല്ല, സോറി. എന്തൊക്കെയോ സംഭവിക്കുന്നു. ഈ ഒരു സ്പീഡിൻ്റെ അതെന്ത് ഇവിടെ ഒരു കുഴി വെച്ചിട്ടാണ് ബെഡ് തുറന്നത്. ഓ അപ്പോൾ ആദ്യം എടുത്തിട്ട് മേലോട്ട് പോവാം. കണ്ട് ഈ എപ്പിസോഡ് ഫുള്ളാണ് ആർമർ. അത് പൊട്ടാണ്ടെന്നാ മതി. ഈ ഗെയിമിലെല്ലാം ഷഡോ ഇതെന്ത് കഷ്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ഒന്നുണ്ടായിരുന്നല്ലോ. ഓ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇവിടെയാണ്. പിന്നെ ഇനി തിരിച്ച് മേലോട്ട്. ഈ സ്കൂളുണ്ട്, പക്ഷെ അതെടുക്കാൻ ഇപ്പം നിൽക്കുന്നില്ല.
ഇവിടുന്ന് മേലോട്ട് പോവാം. വെള്ളം അങ്ങനെ ഞാൻ മേലെത്തി. ഇവിടെ സോംബിയൊക്കെ ചത്തെടുത്തു. ഇത് നല്ല ഗെയിമാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ എത്ര ലെങ്തായി? ഒരുപാട് ലെങ്തായി. ക്രീപ്പറും മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. ബാബ പക്ഷെ ഇങ്ങനെ ക്രീപ്പർ ഇട്ടുമ്പോൾ മുമ്പിലൊരു ബ്ലോക്ക് വെച്ച ഹെൽത്ത് അര ഹാർട്ടൊക്കെ പോവുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ തെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പകുതി ഹെൽത്ത് പോയി. എൻ്റെ ഫുഡും കുറവാണ്. ഈ ടോർച്ചിനെന്തോ വെളിച്ചം കുറവ് പോലെ തോന്നുന്നത്. എനിക്ക് മാത്രമാണ് തോന്നുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ കുറേ നാൾ ഈ ഗെയിം കളിക്കാത്ത അതുകൊണ്ട് തോന്നിയേക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ടോർച്ച് വെച്ചിട്ട് ഒരു സാധനം ഒന്നുമില്ലല്ലോ ഇവിടെയൊന്നും. അറ്റ്ലീസ്റ്റ് ഒരു കോൾ ഉണ്ടായിക്കൂടെ? സീക്രട്ട് ബേസോ? ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്. അത് തീരും ചെയ്തു. പക്ഷേ ഈ കേവ് എന്താണ് ഇങ്ങനെ? ഈ കൺട്രോൾ ആയതുകൊണ്ട് എനിക്ക് ഇപ്പം കളിക്കാൻ നേരമാണ് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ കേവ് അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത കേവിലോട്ട് പോവാം. ഇവിടെ കുറച്ച് കോളുണ്ട്, ഇതെടുത്തിട്ട് പോവാം. അത് പൊട്ടിച്ചിട്ട് ഞാൻ മേലോട്ട് കയറുന്നത്. ഇനി നമുക്ക് മേലോട്ട് തിരിച്ചു കയറി കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട ഇന്നത്തെ ആദ്യം വീട്ടിലേക്ക് പോയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. എവിടെയോ എത്തി. അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വീട് ഈ കേവിൻ്റെ അടുത്താണെന്ന് തോന്നുന്നു. അതാ പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് ഒന്ന് വളർന്നു. എത്ര 3 ഒന്ന് പൊട്ടിച്ചപ്പോൾ അത് ലാഭായി. പിന്നെ നേരത്തെ ഒരു ലോഡ് മറ്റേ സംഭവം പൂ കിട്ടിയല്ലോ. അല്ല നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് എത്ര ബോൺ മീൽ കിട്ടും നോക്കാം. അതിന് മുമ്പേ ആദ്യം ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കട്ടെ. കുറച്ച് ഫുഡ് അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. എല്ലാ ഫുഡ് കഴിക്കൊണ്ട് നടന്നാൽ അതിൽ ചത്ത എവിടെയെങ്കിലും പോവും. കമ്പോസ്റ്റ് ആക്കാനെല്ലാം കൊണ്ട് ഞാൻ മറന്നു. ഫുഡ് വേണം. ഇത് കുട്ടിക്ക് കൊടുക്കാനില്ലേ? ആണ്. ഇതാണ് കുറച്ചെടുത്ത ഫുഡ്. പിന്നെ ഇത് ഒരു അരസ്റ്റേക്ക് ഉണ്ടായതാണ്, ഞാൻ കുറേ ഉപയോഗിച്ചു. ഫസ്റ്റ് എനിക്ക്
കമ്പോസ്റ്റർ ഉണ്ടാക്കി ഇത് ഇത്ര വേണമല്ലേ. ആദ്യം പ്ലാങ്ക്, അങ്ങനെ സ്ലാബ്, പിന്നെ ഒരു കമ്പോസ്റ്റർ. പിന്നെ അത് നമ്മളെ വീട്ടിൻ്റെ പുറത്ത് കൊടുക്കട്ടെ. അവിടെ അല്ല, ഒറ്റ വീട്ടിന് പൊട്ടിയിരുന്നു. എനിക്ക് കമ്പോസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കാണിച്ചു തരാം. ഇങ്ങനെ ഒരികയും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഫിൽ സ്റ്റാക്ക് തീർന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.